തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നിരിക്കുകയാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വിജിൻ MLA നമ്മുടെ കൂടെ ചേരുകയാണ്. അതായത് ഈ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഈ മൂന്നാം ഊഴം എന്ന ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ആഗ്രഹിച്ച ഒരു മുന്നേറ്റം ഉണ്ടായില്ല എന്നത് ശരിയാണ്. പക്ഷേ അത് മൂന്നാമതൊരു തുടർ ഭരണത്തിന്റെ സാധ്യതയെ മങ്ങുന്ന നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാനതിനെ കാണുന്നില്ല. കാരണം പിണറായി ഗവൺമെന്റ് 9.5 വർഷം കേരളത്തിന്റെ എല്ലാ മേഖലയിലും വളരെ സജീവമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നതിലുമെല്ലാം ആ ഗവൺമെന്റിന്റെ ഇടപെടൽ അത് മാതൃകാരാണ്. ഇപ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുണ്ട്. തീർച്ചയായും അതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജനങ്ങൾ ഓർക്കുക തന്നെ ചെയ്യും. അത് മറന്നുകൊണ്ട് കേരള ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കാണുന്നില്ല. അതോടൊപ്പം നവകേരളം എന്നത് കേരളത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടം കേരളത്തിൽ പൊതുവിലുണ്ട്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നാം പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഉണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സാഹചര്യമായിരിക്കുമെന്ന് പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ്. തീർച്ചയായും മൂന്നാമതൊരു ഗവൺമെന്റ് എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകളെല്ലാം നടത്താൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കുമെന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ BJPയുടെ ഇത്തവണത്തെ മുന്നേറ്റം, അതായത് ഈ തിരുവനന്തപുരം തലസ്ഥാനത്ത് അവർക്ക് വിജയം കൈവരിക്കാനായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വർഗീയ സംഘടനകൾ, പ്രത്യേകിച്ച് RSS പോലുള്ള BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ സജീവമായി വരുന്നതിനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കാരണം കേരള ജനത കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി നേരത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് ഇത്തരത്തിൽ വർഗീയ ശക്തികളെ അകറ്റി നിർത്തുക എന്നത്. കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ ആ ഘട്ടങ്ങളിൽ ഇടപെടണം. നമ്മളും ആ നിലയിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രസ്ഥാനം, നമ്മുടെ പാർട്ടിയും കൂടുതലായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതുകൂടിയാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ സജീവമായി ഈ നാടിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ മാനവികതയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമാക്കുക എന്ന് തന്നെയാണ് ഇതിൽ നാം കാണേണ്ടത്. ഇപ്പോൾ RSS പോലുള്ള, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്ര വർഗീയ സംഘടനകൾ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നല്ല ജാഗ്രതയോടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ ശക്തമാക്കുക എന്ന് തന്നെയാണ് നാം കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം മുതിർന്ന CPM നേതാവ് MM മണിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു. അദ്ദേഹം അത് പിൻവലിച്ചിട്ടുണ്ട്. എങ്കിലും കൂടി അത്തരം പരാമർശത്തെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, മണിയാശാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പൊതുരീതിയും അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലിയും അത് കേരളം ഒരുപക്ഷെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം നൽകിയിട്ടുള്ള ഒന്നാണ്. അത് നായനാരെ പോലുള്ള നമ്മുടെ നേതാക്കന്മാർക്ക് ചിലത് ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ശൈലി. അതുപോലുള്ള സഖാവ് MM മണിയുടെ, മണിയാശാന്റെ ഒരു ശൈലിയായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ്. പിന്നീട് അദ്ദേഹം അതൊരു വിവാദത്തിലേക്ക് ആക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അദ്ദേഹം തന്നെ അതിന്റെ വ്യക്തത വരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണോ പറയാനുള്ളത്? തീർച്ചയായും അത് കേരളത്തിലെ ജനത, അത് കേരളത്തിലെ പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കാണും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഉണ്ടായ നാം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള UDFന്റെ ചില മുന്നേറ്റത്തിന്റെ ചില ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിനെ കൂടി കൂടുതൽ ഗൗരവത്തിൽ മനസ്സിലാക്കി ജനങ്ങളിൽ ആഴത്തിലിറങ്ങി, ഇനി 3 മാസം നിൽക്കുന്നുണ്ട്, ആഴത്തിലിറങ്ങി നമ്മുടെ ഗവൺമെന്റ് നടത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കൂടുതൽ ശക്തമാക്കി മൂന്നാമതൊരു ഗവൺമെന്റ് കേരളത്തിൽ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ വിജിൻ MLA പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ചില പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള തോൽവി അതൊക്കെ CPM പരിശോധിക്കും. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി LDFന് വിജയം ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് MLA പറഞ്ഞു വെക്കുന്നത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.